എന്താ മുക്കുട്ടി കാര്യമായിട്ട് ആലോചിച്ചിരിക്കുന്നേ? ഒന്നുമില്ല. ആ, അത് വെറുതെ. എന്തോ ആലോചിച്ച് വിഷമിച്ചിരിക്കാന്ന് എനിക്കറിയാലോ. എന്താ പ്രശ്നം? സ്കൂളിലെ ആരോടെങ്കിലും തല്ലുകൂടിയോ? കുഞ്ഞമ്മയോ മുകുന്ദനങ്ങളോ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? ഇല്ല. പിന്നെന്താ? അമ്മ എന്താ അച്ഛനെ ഡിവോഴ്സ് ചെയ്യാത്തത്? എന്താ പറഞ്ഞ? അമ്മ അച്ഛനെ ഡിവോഴ്സ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന്. നിന്നെ ഈ വാക്കൊക്കെ ആരെ പഠിപ്പിച്ചേ? സ്കൂളിൽ പോകുന്നതേ ഇതൊക്കെ പഠിക്കാനാണോ? ആ വാക്ക് ആര് പഠിപ്പിച്ചതാണെങ്കിലും എന്റെ ചോദ്യത്തിന് എനിക്കൊരു ഉത്തരം വേണം. അച്ഛനെ അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. ഇത്രയും വർഷമായി അങ്ങനെ ഒന്ന് കാണുക പോലും ചെയ്യാതെ അമ്മയ്ക്ക് ജീവിക്കാൻ കഴിയുമായിരുന്നോ? അച്ഛൻ എന്ത് തെറ്റാ ചെയ്തേന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ക്ഷമിക്കാൻ പറ്റാത്ത എന്തോ ആണെന്ന് എനിക്ക് ഉറപ്പാ. അങ്ങനെ ഒരാൾക്ക് വേണ്ടി അമ്മ എന്തിനാ ഇനിയും കാത്തു നിൽക്കുന്നത്? ഞാൻ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കല്ല മോളെ. എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, മകളുണ്ട്, കുടുംബമുണ്ട്. ഞാൻ എന്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോവല്ലേ. പക്ഷെ അമ്മ എന്തിനാ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്നത്? അമ്മയ്ക്ക് ഒരു കൂട്ട് വേണ്ടേ? എനിക്ക് കൂട്ടിന് മോളില്ലേ, അത് മതി. അത് പോരാ. കുഞ്ഞമ്മയ്ക്ക് അങ്കിൾ ഉള്ളതുപോലെ ഒരാള് അമ്മയ്ക്കും കൂട്ടിന് വേണം. അങ്കിളിനെ പോലെ നല്ലൊരു മനുഷ്യനെ കണ്ടുപിടിച്ചാ പോരെ? മോൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോന്ന് സംസാരിക്കല്ലേ. നീ സംസാരിക്കുന്നതെല്ലാം എത്ര വലിയ തെറ്റാന്ന് നിനക്കറിയില്ല. ജീവിതകാലം മുഴുവൻ എന്റെ അമ്മ ഒറ്റയ്ക്ക് കഴിയരുതെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ? അമ്മ അച്ഛനെ തന്നെ മനസ്സിൽ കൊണ്ട് നടക്കാതെ GK പോലെ നല്ലൊരാളെ ഭർത്താവാക്കിക്കൂടെ? മോളെ, നിനക്ക് GK വലിയ കാര്യമെന്ന് എനിക്കറിയാം. എന്ന് കരുതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയല്ലേ. GK നിന്റെ കൂട്ടുകാരനായിരിക്കും, പക്ഷെ അയാൾ എന്റെ ആരുമല്ല. അപ്പോ അച്ഛനമ്മയ്ക്ക് ആരെങ്കിലും ഒക്കെ ആണോ? ഇപ്പോഴും അമ്മ അച്ഛനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? അച്ഛനെ എപ്പോഴും അമ്മയ്ക്ക് ഇഷ്ടമാണോ? എനിക്ക് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം. അമ്മ അച്ഛനെ എപ്പോഴും അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. പക്ഷേ എന്നോട് അച്ഛനെ അംഗീകരിക്കാനും പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ ശരിയാവും? നിന്റെ അച്ഛൻ എന്നോട് ചില തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് കരുതി അദ്ദേഹം നിനക്കൊരിക്കലും മോശം ചെയ്യില്ല മോളെ. അല്ല, ഇത്രയും കാര്യങ്ങൾ നീ ഒറ്റയ്ക്ക് ചിന്തിച്ചതല്ലാന്ന് അമ്മയ്ക്കറിയാം. പറ, ഇതൊക്കെ പറയാൻ പഠിപ്പിച്ചത് ആരാ? അമ്മ ഇഷ്ടാണെങ്കിൽ മോള് പറയും. ആരാ ഇതൊക്കെ പറഞ്ഞത്? പ്രീതി ആന്റി. അമ്മ ആന്റിയോട് പ്രശ്നം ഉണ്ടാക്കാൻ പോണ്ട. അവര് പറയുന്നതും ശരിയല്ലേ? അല്ല മോളെ, മോളെ അച്ഛന് ഒരുപാട് ഇഷ്ടം. നിനക്ക് വേണ്ടി അച്ഛൻ എന്തും ചെയ്യും, മരിക്കാനും തയ്യാറാവും. പിന്നെന്താ എന്നെ ഇതുവരെ ആയിട്ടും കാണാൻ പോലും അച്ഛൻ വരാത്തത്? പേടി കാരണമായിരിക്കും. മോളെ നേരിട്ട് കാണുമ്പോ അച്ഛനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ അച്ഛൻ തകർന്നു പോവും. അത് പേടിച്ചിട്ടായിരിക്കും അച്ഛൻ മോളുടെ മുമ്പിൽ വരാത്തത്. നന്നായി. അച്ഛൻ എന്റെ മുന്നിൽ വന്നാ ഞാൻ അങ്ങനെ തന്നെയായിരിക്കും പ്രതികരിക്കാം. എനിക്ക് അച്ഛനെ വേണ്ട. മോളെ, മോളെ, അമ്മ എന്നോട് മിണ്ടണ്ട.